L2 എമ്പുരാന്റെ തെലുങ്ക് പ്രൊമോഷൻ ഇന്റർവ്യൂ. വേദിയിൽ പൃഥ്വിരാജ്, മോഹൻലാൽ, സെലാർ ഫെയിം, കാർത്തികേയ ദേവ തുടങ്ങിയവർ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആങ്കർ സ്വാഗതം ചെയ്തത് നല്ല ഒഴുക്കുള്ള മലയാളത്തിൽ. കുട്ടിക്കാലം മുതലേ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടു വളർന്ന എനിക്ക് ഇത് ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. വളരെ വളരെ സന്തോഷമുണ്ട് മീറ്റിംഗ് ലാലേട്ടൻ ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ഗ്രേറ്റ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് പൃഥ്വിരാജ് സർ ആൻഡ് കാർത്തിക്. എ വെരി ഹാർട്ടി വെൽക്കം ടു യു. ഇതുവരെയ്ക്കും മാത്രമേ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, బాకీలదెల్లం తెలుగులో തന്നെ. ఓకే, సో ప్రేక్షకులు నమస్కారం. మనం పరిచయం అక్కర్లేనటువంటి పేరు, మలయాళం అయినా, తెలుగు అయినా, కన్నడ అయినా, తమిళ అయినా, అసలు సినిమాని ప్రేమించేటువంటి వాళ్ళు ఎక్కడున్నా సరే అందరికీ చాలా ఇష్టమైనటువంటి యాక్టర్ పద్మభూషణ్ లెఫ్టినెంట్ కర్నల్ మోహన్ లాల్ గారిని ఈరోజు మనం కలుసుకోబోతున్నాము. అండ్ అలాగే వారితో పాటుగానే యాక్టర్, డైరెక్టర్, ప్రొడ్యూసర్, మేబీ వదిలేస్తే యాంకర్ కూడా అయిపోతారు ఆయన. హీ ఈజ్ నన్ అదర్ దెన్ పృథ్వీరాజ్ గారు. మనము L2 എംബ്രാൻ സിനിమాకి సంబంధించి వారిద్దరిని అండ్ ఆల్సో కార్తిక్ ని కూడా ఇవాళ కలుస్తూ ఉన్నాము. സുമ കനകല എന്ന ടോളിവുഡിന്റെ ഏറ്റവും പോപ്പുലറായ അവതാരികയാണ് മലയാളത്തിൽ സംസാരിച്ച് ഞെട്ടിച്ചത്. മലയാളിയായ സുമ കനകലയുടെ ഫാൻ ഗേൾ മൊമെന്റ് കൂടിയായിരുന്നു അത്. മലയാളത്തിൽ റിമി ടോമി, രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരെ പോലെ തെലുങ്ക് ടെലിവിഷൻ രംഗത്തെ പൊന്നും താരമാണ് സുമ. സിനിമാ പ്രൊമോഷനുകളുമായി ബന്ധപ്പെട്ട ഷോകൾ, അഭിമുഖങ്ങൾ, ചാനലുകളിലെ ഗെയിം ഷോകൾ, അവാർഡ് ഷോകൾ തുടങ്ങി അവതരണത്തിൽ സുമ കൈവെക്കാത്ത മേഖലകളില്ല. എന്നാൽ സുമ യഥാർത്ഥത്തിൽ മലയാളിയാണ്. പാലക്കാടാണ് സുമയുടെ മാതാപിതാക്കളായ പ്രണവി നാരായണൻ കുട്ടി നായർ, വിമല എന്നിവരുടെ സ്വദേശം. റെയിൽവേ ഉദ്യോഗസ്ഥനായ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി തെലങ്കാനയിലെത്തിയ സുമയുടെ കുടുംബം പിന്നീട് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയായിരുന്നു. ഈ കാരണത്താൽ സുമയുടെ പഠനവും അവിടെയായി. മാതൃഭാഷയായ മലയാളം, തെലുങ്കും മാത്രമല്ല, ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യും സുമ. 1994-95 കാലഘട്ടത്തിൽ DD നാഷണൽ ചാനൽ സംപ്രേഷണം ചെയ്ത അമരാവതി കി കഥായൻ എന്ന പരമ്പരയിലൂടെയാണ് സുമ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. 1997 മുകേഷ് നായകനായ ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാളം ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലും അരങ്ങേറ്റം കുറിച്ചു. ഇഷ്ടദാനം, മുകേഷ് തന്നെ നായകനായ ഓരോ വിളിയും, കാതോർത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ച സുമ പിന്നീട് തെലുങ്കു ഇൻഡസ്ട്രിയിൽ സജീവമാവുകയായിരുന്നു. പവിത്ര പ്രേമ, രാഘവ, സ്വരാഭിഷേകം, വർഷം എന്നിവയാണ് സുമയുടെ പ്രധാന തെലുങ്കു സിനിമകൾ. ഏതാനും സീരിയലുകളിൽ സജീവമായെങ്കിലും സുമയെ താരമാക്കിയത് സ്റ്റാർ മഹിള എന്ന ETVയിലെ ഷോയാണ്. സ്ത്രീ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഷോ വലിയ ഹിറ്റായി. സുമ എല്ലാ വീടുകളിലെയും താരവും. തുടർന്ന് നിരവധി ഹിറ്റ് TV ഷോകൾ, സ്റ്റേജ് ഷോകൾ, അങ്ങനെ സുമയുടെ കരിയർ ഗ്രാഫ് കുതിച്ചുയർന്നു. പ്രതിദിനം 3 ലക്ഷം രൂപയാണ് താരത്തിന്റെ പ്രതിഫലമെന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗെയിം ഷോ അവതാരിക എന്നൊരു റെക്കോർഡും സുമയുടെ പേരിലുണ്ട്. ആ പോപ്പുലാരിറ്റി ഇപ്പോൾ എമ്പുരാൻ വരെ എത്തി നിൽക്കുന്നു. തെലുങ്കിലെ പ്രശസ്ത നടനായ രാജീവ് കനകലയാണ് സുമയുടെ ഭർത്താവ്. ഭർത്താവിനോടും 2 മക്കളോടുമൊപ്പം തന്റെ പ്രവർത്തന മേഖലയിൽ വിജയം നേടി ഹാപ്പിയായി കഴിയുകയാണ് സുമ.